ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിന്മാർക്കും ഞങ്ങളുടെ ടീച്ചറായ ഉഷാജിക്കും ഗ്രൂപ്പിന്റെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അമാനുഷ്യ പ്രതിഭകളായ ആധ്യാത്മിക ഗുരുക്കന്മാർ അവതരിപ്പിച്ച് എക്കാലവും ഈ ധരണിയെ ധന്യമാക്കിയിട്ടുണ്ട്. പ്രപഞ്ച സ്വരൂപത്തെ തലനാഴ കീറുന്ന ചിന്താ പദ്ധതികളിലൂടെ വിശകലനം ചെയ്ത ദാർശനികന്മാരും ഏറെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ വിചാര വികാരങ്ങളെ മനസ്സിലാക്കി നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതായി കാണുന്നില്ല. ഉദാഹരണത്തിന് സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, ശ്രീ ശങ്കരാചാര്യർ തുടങ്ങിയവർ തത്വജ്ഞാനികളും മഹാദാർശനിക പ്രതിഭകളും ആയിരുന്നുവെങ്കിലും സമൂഹ ഉദ്ധാരണം ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല. എന്നാൽ ലോകത്തിന് വരദാനമായി കനിഞ്ഞരുളിയ ലോക ഗുരുവാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു. ഒരേ സമയം ആ ജഗത് ഗുരു അതുല്യ പ്രതിഭയോട് കൂടിയ മഹാദാർശനികനും ഒപ്പം കാരുണ്യനിധിയായി ലോകസംഗ്രഹ പടുവായും വിരാജിക്കുന്നു. തത്വചിന്തയും സമൂഹോദ്ധാരണവും രണ്ടും ഒന്നായി സ്വജീവിതത്തിൽ സന്നിവേശിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ അനുപമേയ വ്യക്തിത്വത്തോടു കൂടി ഭഗവാൻ ശ്രീനാരായണ ഗുരു പ്രകാശിക്കുന്നു. അവതാര ഉദ്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മഹാമന്ത്രം ഗുരുദേവൻ ലോകത്തിന് നൽകി. ഗുരുവിന്റെ ആദ്യ സന്ദേശം ഇതായിരുന്നു: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. സർവ മനുഷ്യരും ഒരേ സഹോദരങ്ങളെ പോലെ ജീവിതം നയിക്കുന്ന ഒരു മാതൃകാ ലോകത്തിന്റെ സംസ്ഥാപനമാണ് അരുവിപ്പുറം സന്ദേശം വിഭാവനം ചെയ്യുന്നത്. ഒരു ഏകലോകം ഉണ്ടാവണം. ഈ ഏകലോക വ്യവസ്ഥയുടെ സംസ്ഥാപനമായിരുന്നു ഗുരുവിന്റെ പരമലക്ഷ്യം. അന്ധവിശ്വാസങ്ങളിലും ദുരാചാരങ്ങളിലും നൂറ്റാണ്ടുകൾ തള്ളപ്പെട്ട ഒരു ജനതയെ സ്വാത്വികമായ ഈശ്വരാരാധനാ രീതിയിലേക്ക് വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടെയാണ് തുടക്കത്തിൽ ഗുരുദേവൻ അരുവിപ്പുറം മുതലായി പ്രതിഷ്ഠ നടത്തിയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഇതായിരുന്നു ഗുരുവിന്റെ ആദർശവും ജീവിത ലക്ഷ്യവും. SNDP യോഗത്തിന്റെ സ്ഥാപകനും സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഈഴവ സമുദായത്തിൽ ജനിച്ച ഗുരു സവർണ മേധാവിത്വത്തിനും സമൂഹ തിന്മകൾക്കുമെതിരെ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് പുതിയ മുഖം നൽകി. കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ ശാപങ്ങൾക്കെതിരെ ഗുരു പ്രവർത്തിച്ചു. ബ്രാഹ്മണരെയും മറ്റ് സവർണരെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം ഗുരു വിദ്യാലയങ്ങൾ, ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് അവർണരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. മറ്റുള്ളവരോടുള്ള തുറന്ന സമീപനവും അഹിംസാപരമായ തത്വചിന്തയും ഗുരുവിന്റെ മാത്രം മുഖമുദ്രകളായിരുന്നു. സാമൂഹ്യ പരിഷ്കാരങ്ങൾ പ്രചരിപ്പിക്കാനായി ഡോക്ടർ പൽപുവിന്റെ പ്രേരണയാൽ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. ഇവയൊക്കെ കേരളത്തെ മാറ്റിമറിച്ച അനവധി തത്വങ്ങളിൽ ചിലതു മാത്രമാണ്. ചെമ്പഴന്തിയിൽ കുടിപ്പള്ളിക്കൂടത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയായിരുന്നു. അതിനിടയിലും തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടർന്നു. സമീപ പ്രദേശങ്ങളിലൊക്കെ കാൽനടയായി സഞ്ചരിച്ച് അവരുമായി സംസാരിച്ച് തത്വചിന്തയും സമഭാവനയും വളർത്താൻ ശ്രമിച്ചു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി താഴ്ന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു ക്ഷേത്രം തുറന്നു കൊടുത്തു. സവർണ മേധാവിത്വത്തോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ഒരു കവി കൂടിയായിരുന്ന ഭഗവാന്റെ സന്ദേശത്തിൽ നല്ലൊരു ഭാഗവും കാവ്യരൂപത്തിലാണുള്ളത്. ദർശനമാല, ആത്മോപദേശ ശതകം തുടങ്ങിയ അനേകം കൃതികൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ആദ്യമായി ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാളിയും ആദ്യമായി ഭാരതീയ തപാൽ മുദ്രണത്തിലും രൂപാ നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട കേരളീയനായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരു. 1928 സെപ്റ്റംബർ 20 ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് തുടങ്ങി ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ
ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് ചൊല്ലിത്തീർന്നപ്പോൾ ഗുരുവിന്റെ കണ്ണുകൾ സാവധാനം അടഞ്ഞുകൊണ്ടിരുന്നു. ലോകത്തിന്റെ ആ മഹാഗുരു ശ്രീനാരായണ ഗുരു മഹാസമാധിയായി. ഗുരു വെറും ശരീരമല്ലായിരുന്നു, നിത്യസത്യമായിരുന്നു. ശരീരം മാത്രമേ നമ്മെ വിട്ടു പോയിട്ടുള്ളൂ. ഗുരു എന്നും കാരുണ്യം പകർന്ന് എല്ലാവരുടെയും ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്തേ. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ.